ഇവരുടെ ഈ നാറിത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണ്ടേ? ഈ നാറിത്തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. എനിക്ക് തള്ളയ്ക്കുന്ന എന്തെങ്കിലും വിളിക്കാൻ അറിഞ്ഞൂടത്തോണ്ടൊന്നും അല്ല, പക്ഷേ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു രീതിയുണ്ട്, കാര്യങ്ങളുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, കുട്ടികളൊക്കെ കാണും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല. 10-20 പേരെ ഒരു വീടിനുള്ളിൽ അടച്ചിടുന്നു. ഭക്ഷണം, വസ്ത്രം, സൗകര്യങ്ങൾ എല്ലാം തരാം. 100 ദിനങ്ങൾ അവിടെ ജീവിക്കണം. അവരുടെ ഓരോ നീക്കങ്ങളും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നു. ലക്ഷക്കണക്കിന് ആരാധകർക്ക് മുന്നിൽ ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഇതുകണ്ട് ജനങ്ങളുടെ തീരുമാനപ്രകാരം 100 ദിനങ്ങൾ ആര് അവിടെ നിൽക്കുന്നുവോ അവർ വിജയികളാകുന്നു. ഇതുമാത്രമാണ് ഇന്ന് ഓരോരുത്തർക്കും അറിയാവുന്ന ബിഗ് ബോസ്. എന്നാൽ ഇതല്ല. ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന പേരിൽ നടത്തുന്ന വ്യാജ തട്ടിപ്പ് പരിപാടിയുടെ ചുരുളഴിക്കുകയാണ് നമ്മൾ ഇന്ന്. ബിഗ് ബോസിലേക്ക് ഇന്ന് ഓരോ വ്യക്തികളും പോകുവാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവിടുത്തെ ടൈറ്റിൽ വിന്നർ ആവണം എന്നും അവർ തരുന്ന പണം വാങ്ങണം എന്നും വിചാരിക്കുന്നവർക്ക് തെറ്റി. ഒരു ഉദാഹരണത്തിന് എടുത്തു നോക്കിയാൽ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് എത്ര പേർക്ക് അറിയാം? എന്നാൽ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നറാണോ റോബിൻ? അതുമല്ല. എന്നാൽ ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ റോബിനെ വളരെ വ്യക്തമായി തന്നെ അറിയാം. ഇതുതന്നെയാണ് ബിഗ് ബോസിന്റെ അസ്ത്രതന്ത്രവും. വിജയിയാകുവാനോ പണത്തിനോ വേണ്ടിയല്ല, മറിച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടിയും ഇൻസ്റ്റാഗ്രാമിലെ വെരിഫിക്കേഷൻ ബാഡ്ജിന് വേണ്ടിയും പോകുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം പേരും എന്ന് ഞാൻ പറയുന്നു. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ യുഗത്താണ്. ഇവിടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാനോ പണക്കാരനാകുവാനോ നിങ്ങളെ കൊണ്ട് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതി. ഈ ഒരു കണക്ക് മാത്രം നോക്കൂ. ബിഗ് ബോസ് സീസൺ 5 വിജയിയായ ദിൽഷ പ്രസന്നന് ലഭിച്ചത് 50 ലക്ഷമെങ്കിൽ ഇതിൽ GST, ടാക്സ്, കമ്മീഷൻ, ഇൻഫ്ലുവൻസ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കി അവർക്ക് കിട്ടുന്നത് തുച്ഛം തുക മാത്രമാണ്. എന്നാൽ സീസണിലെ പകുതി വെച്ച് പുറത്തായ റോബിൻ ഉദ്ഘാടനങ്ങൾക്കും പ്രമോഷനുകൾക്കും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം തന്നെ നേടിയിട്ടുണ്ടാവുക തീർച്ചയായും ഇതിന്റെ ഇരട്ടി തന്നെയായിരിക്കും. ഇതുതന്നെയാണ് ബിഗ് ബോസിന്റെ വിജയവും. അവിടെ പോകുന്നവർക്ക് വിജയിക്കേണ്ടി വരുന്നില്ല. ആ വ്യക്തിയെക്കുറിച്ച് എത്രമാത്രം സംസാരം ഉണ്ടാകുന്നു അത്രയും അവർ വിജയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്ര വലിയ ആളുകളെ വീഴ്ത്താനും ബിഗ് ബോസിന് എളുപ്പത്തിൽ സാധിക്കുന്നതും. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക എന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം തന്നെയാണ്. ഇതുതന്നെയാണ് ബിഗ് ബോസ് ഇവിടെ ഉപയോഗിക്കുന്നതും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ബിഗ് ബോസിന്റെ ഇരയാവുന്നു, ബിഗ് ബോസിന്റെ പപ്പറ്റായി മാറുന്നു. 24x7 പോലും എഡിറ്റഡ് ആണ്. എപ്പിസോഡ് എന്ന് പറയുന്നത് അതിനെക്കാട്ടി എഡിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്ന, പട്ടീനെ ആടാക്കുന്ന ഒരു ഷോയാണ്. ഈ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഈ ഷോയിൽ തുടരാനുള്ള മാനസിക നിലയില്ല. എനിക്ക് ഞാൻ വിഷമത്തിലാണ്, ഞാൻ സങ്കടത്തിലാണ്, എനിക്ക് പുറത്ത് പോകണം. ഞാൻ ഡോക്ടറോട് സൈക്കോളജിസ്റ്റോട് വീട്ടിലേക്ക് കയറാൻ റെഡി ആയിരിക്കുമ്പോഴാണ് അല്ലെ തീർത്തും അപ്രതീക്ഷിതമായി ബിഗ് ബോസ് സിബിനോട് ഷോയിൽ തുടരാൻ കഴിയില്ല എന്ന് പറയുന്നത്. അതിന് കാരണമായിട്ട് ബിഗ് ബോസ് എന്താ പറയുന്നത്? സൈക്കോളജിസ്റ്റ് പറഞ്ഞത്ര സിബിൻ മെന്റലി ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഇത്ര പുറത്താക്കുന്നത്. ഇമാതിരി മര്യാദയുടെ അവിടെ കേട്ടിട്ട് നീയൊക്കെ വായും പൊത്തി ഇതിന് മൊത്തം ക്രൂവും ഏഷ്യാനൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ അന്തസ് വേണം. ബിഗ് ബോസ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നിങ്ങളെ നോക്കിയോ അവിടുത്തെ കണ്ടസ്റ്റന്റുകളെ നോക്കിയോ അല്ല, ബിഗ് ബോസിന് എത്രമാത്രം പണം സമ്പാദിക്കാൻ പറ്റുന്നു എന്നത് മാത്രം നോക്കിയാണ്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് എന്ന പേരിൽ നടത്തുന്ന വ്യാജ തട്ടിപ്പുകളെ കുറിച്ചും അവർ സ്ത്രീകളെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ കണ്ടസ്റ്റന്റുകളായി മാറുവാൻ പണം കൊടുക്കുന്നതും വാങ്ങുന്നതും അവരെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും എല്ലാം തന്നെ അഖിൽ മാരാർ വെളിപ്പെടുത്തിയിരുന്നു. ആ ഒരു വീഡിയോ കാരണം അഖിൽ മാരാരെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നത്. എനിക്കിതെല്ലാം കണ്ട് മിണ്ടാതെ പഞ്ചമുച്ച മുടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം, എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകേടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും. ഞാൻ പൂർണ്ണമായും എൻ്റെ സിനിമയെ വേണ്ടെന്ന് വെക്കും. ഇതാണ് ഇവന്മാരുടെ ഈ നാറിത്തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. ഇതിൽ അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നത് തന്നെയാണ് അഖിൽ മാരാർക്ക് ഇത്രയും വിമർശനം കിട്ടിയത്. എന്നാൽ ഇനിയെങ്കിലും സത്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഷോയിൽ പങ്കെടുത്തിട്ട് അതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ട് അതിനെ വിമർശിക്കുന്നു എന്നെല്ലാം തന്നെ അഖിൽ മാരാറെ എല്ലാവരും കളിയാക്കി. എന്നാൽ നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തം കരിയർ നോക്കാതെ എത്ര ഉയരങ്ങളിൽ പോയാലും
ആരെയും ഭയക്കാതെ സത്യം വിളിച്ചു പറയാൻ എല്ലാവരെ കൊണ്ടും സാധിക്കില്ല. ഇതിനു മുന്നത്തെ സീസണിലും റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അത് ഒതുങ്ങിപ്പോവുകയായിരുന്നു. 24/7 പോലും ഫുള്ളി എഡിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഈ പുറമെ കാണുന്നതല്ല കാണുന്നത്. 24/7 പോലും എഡിറ്റഡ് ആണ്. എപ്പിസോഡ് എന്ന് പറയുന്നത് അതിനെക്കാട്ടി എഡിറ്റഡ് എന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്ന പട്ടിനെ ആടാക്കുന്ന ഒരു ഷോയാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഡായിപ്പാണ്. ഉഡായിപ്പാണ്. അത് ഇത് കാണുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ പറയട്ടെ, ഇതിൽ ചെന്ന് വീഴാതിരിക്കുക. മനസ്സിലായോ? ഞാൻ പറയട്ടെ, ഞാൻ സീസൺ 4ന്റെ അകത്ത് പോയൊരു കണ്ടസ്റ്റന്റാണ്. ഞാൻ ഇറങ്ങി അവസാന നിമിഷത്തിൽ കാണിച്ച 24/7 പലതും നിങ്ങൾ കണ്ടു കാണത്തില്ല. ഞാൻ അവിടെ നടക്കുന്ന അനീതിയും കാര്യങ്ങളുടെ എഗൻസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ ബിഗ് ബോസിനെ ചോദ്യം ചെയ്തപ്പോൾ എന്നെ എന്ത് ചെയ്തു? പുറത്താക്കി. അതില് മൊത്തം കാര്യങ്ങളും പുറത്തു വന്നില്ല. അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ച് എന്നെ നെഗറ്റീവ് ആക്കണമെങ്കിൽ എനിക്ക് അതിലൊന്നും പറയാനില്ല. ഓക്കെ, ഈ ഒരു ഷോ വെച്ചിട്ട് അതിലുള്ള ആൾക്കാരെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. റോബിനെ പുറത്താക്കാൻ കാരണം റോബിൻ ബിഗ് ബോസിനെ ചോദ്യം ചെയ്തു എന്നാണ് റോബിൻ പറഞ്ഞത്. എന്നാൽ ചോദ്യം ചെയ്യുന്നവരെ അവർ ഒഴിവാക്കുകയും വിജയിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുള്ളവരെ അവർ വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുമാണ് അഖിൽമാരാറും പറയുന്നത്. ഒരാളുടെ ഇമോഷണൽ വെച്ച് വളരെ മനോഹരമായി തന്നെയാണ് ബിഗ് ബോസ് അവരുടെ പ്രേക്ഷകരെ കൂട്ടിയെടുക്കുന്നത്. നമ്മൾ കാണുന്ന ലൈവും മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ നമ്മൾ എന്ത് കാണണം എന്ന് അവർ വിചാരിച്ച കാര്യം മാത്രമാണ്. ഇതിന്റെ മറവിൽ എന്തെല്ലാം അവർ മറച്ചു വെക്കുന്നുണ്ടാകും. ക്യാമറയിലൂടെ നല്ലത് കാണിക്കുമ്പോൾ മറ്റു ക്യാമറയിലൂടെ കാണുന്ന തിന്മകൾ അവർ കൺമൂടി പിടിക്കുകയാണ്. അവർക്ക് വേണ്ടത് മാത്രം അവർ സംരക്ഷണം ചെയ്യുന്നു. നല്ലവരെ ചീത്തവരാക്കിയും ചീത്തവരുടെ നല്ല കാര്യങ്ങൾ മാത്രം സംരക്ഷണം ചെയ്തും അവർക്ക് വേണ്ടവരെ അവർ വളർത്തിയെടുക്കുന്നു. ബിഗ് ബോസ് എന്ന പരിപാടി നമ്മുടെ വോട്ടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന വിശ്വാസമാണ് ഇപ്പോഴും ബിഗ് ബോസിനെ നിലനിർത്തുന്നത്. അതിൽ എന്ന് കളങ്കമുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു, അന്ന് ബിഗ് ബോസ് തകർന്ന് തരിപ്പണമാകും. എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും വിജയിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ്. എത്ര വിമർശനങ്ങൾ ഉണ്ടാകുന്നു അത്രയും പബ്ലിസിറ്റി ലഭിക്കുന്നു, അത്രയും ജനങ്ങൾ ബിഗ് ബോസിന്റെ ഇരയാകുന്നു, അത്രയും അവർ വിജയിക്കുന്നു. ഇതുപോലുള്ളൊരു ഷോയ്ക്ക് മോഹൻലാൽ എന്ന മഹാനടനെയെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ എന്തെന്ന് വ്യക്തമായി പറയാതെ അവർ പറയുന്നത് പോലെ ചലിപ്പിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. ഇനിയെങ്കിലും മനസ്സിലാക്കുക, അവർ നിങ്ങളെ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ അവരുടെ കളിപ്പാവകൾ മാത്രമാകുന്നു.